ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി സെൻറ്റർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെക്സ്ചറിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ടെക്സ്ചറിങ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ടെക്സ്ചറിങ്ങിന് വരച്ച് പഠിക്കാൻ പോവുകയാണ്. തിയറി മാത്രം പഠിച്ചാൽ പോരല്ലോ, അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഈ വീഡിയോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരച്ച് നോക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഓടിച്ചതായാലും കണ്ടിട്ട് ഈ വീഡിയോ കാണാം. ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കമ്മീഷൻ വർക്ക്, അതായത് ഒരു ആർട്ട് വർക്ക് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡിജിറ്റൽ ആർട്ട് വർക്ക്സ് ഒക്കെ വരച്ച് ഏൺ ചെയ്യാനുള്ള വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് കുറച്ച് ടെക്സ്ചേഴ്സ് സെർച്ച് ചെയ്യാം. അതായത് കുറച്ച് വുഡ് ടെക്സ്ചർ, അങ്ങനെ ക്ലോത്ത്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ടെക്സ്ചേഴ്സ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ കുറച്ച് വുഡ് ഇനിയിപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ടൈപ്പ് ടെക്സ്ചേഴ്സ് ഉണ്ട്, കണ്ടോ. ഇഷ്ടം പോലെ ടൈപ്പ് ടെക്സ്ചേഴ്സ് ആണ്. നാച്ചുറൽ ടെക്സ്ചേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്കിനി പ്രോക്രിയേറ്റിലേക്ക് പോവാം. ഇത് ഞാനൊരു ബ്ലാങ്ക് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത റെഫറൻസസ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഫറൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഒരു സിൽക്ക് ക്ലോത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റോണ്, ഒരു വുഡിൻ്റെ റെഫറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വുഡിൻ്റെ റെഫറൻസ് വരച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഏരിയ അതിന് വേണ്ടി കവർ ചെയ്യുകയാണ്. ഏകദേശം അതിൻ്റെ ഒരു ബേസ് കളർ എടുക്കുകയാണ്. ബേസ് കളർ എടുത്തിട്ട് എനിക്ക് ഈ ഏരിയയുടെ അകത്താണ് ഇനി ആ ടെക്സ്ചർ കൊണ്ടുവരേണ്ടത്. ഈ ഏരിയയിൽ എനിക്ക് ആ വുഡിൻ്റെ ടെക്സ്ചർ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ബേസ് കളർ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ജസ്റ്റ് അവിടെ ഇവിടെ ഇത് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, എല്ലാവരും ഇങ്ങനെ ചെയ്തോളണമെന്നില്ല. ബേസ് കളർ കൊടുത്തത് ഞാൻ ക്ലിപ്പിംഗ് മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയാം. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ അകത്ത് മാത്രം പെയിൻറ് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലിപ്പിംഗ് മാസ്ക്. അപ്പം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഇത്തിരി നേരത്തെ എടുത്തതിനേക്കാൾ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് കണ്ടോ, ഇങ്ങനെ അവിടെ എവിടെയും കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അപ്പം അതൊന്ന് കൊടുക്കുകയാണ് ആദ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സോഫ്റ്റ് ബ്രഷ്, എയർ ബ്രഷ് പോലത്തെ ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അവിടെ എവിടെയും കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഒരു പുതിയ ലെയർ എടുത്തിട്ട് ഞാൻ എപ്പോഴും ഷാഡോസ് കൊടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ലെയറിൽ മോഡിലിട്ടിട്ടാണ് കൊടുക്കുക. നോർമൽ മോഡിലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ്സ് എടുത്തിട്ട് നമ്മളിനി ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. അതായത് ഏതൊരു വുഡ് വരയ്ക്കുമ്പോൾ അതിൽ നമുക്ക് കാണാം, ഏത് ആർട്ടിഫിഷ്യൽ വുഡ് ആണെങ്കിൽ പോലും നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ലൈൻസ് കാണാൻ പറ്റും. ആ ലൈൻസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം. ഈ വുഡിൽ ഇങ്ങനെ ക്രാക്സ് വന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്പൈറൽസ് പോലെ നമുക്ക് നിങ്ങൾ കുറേ വുഡിൻ്റെ റെഫറൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ചിലവിടെയൊക്കെ കണ്ടോ കുറച്ച് തിക്കായിട്ടുള്ള ലൈൻസ് ഉണ്ട്, ചിലവിടെ കുറച്ച് തിന്നാണ്. അത് നിങ്ങൾക്ക് റെഫറൻസ് പോലെ കറക്റ്റ് അതേപോലെ വരയ്ക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും റെഫറൻസ് വെക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് അതേപോലെ അല്ല വരയ്ക്കാറ്, എൻ്റെതായ ഇമാജിനേഷനും കൂടെ ചേർത്തിട്ടാണ് ഞാൻ. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ലൈൻസ് കുറച്ചും കൂടെ തിക്കാക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ആക്കി കൊടുക്കാം. നമ്മൾ ഏകദേശം കണ്ടു, ഈ ലൈൻസ് ഒക്കെ കൊടുത്തപ്പോൾ തന്നെ ഏകദേശം ആ വുഡിൻ്റെ ടെക്സ്ചർ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ലെയറിൽ, നിങ്ങൾ പേപ്പറിൽ വരയ്ക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്തു പോയാൽ മതി, വേറെ ലെയറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഡാർക്ക് അല്ലല്ലോ, ഇനി കുറച്ചും കൂടെ ഡാർക്ക്നെസ് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് എടുത്തതിന് ശേഷം ഞാനിവിടെ ടെക്സ്ചർ ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ബ്രഷ് ആയാലും നേരത്തെ പോലെ യൂസ് ചെയ്താൽ മതി. ഇവിടെയൊക്കെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുകയാണ്, എവിടെയൊക്കെയാണോ എനിക്കങ്ങനെ ടെക്സ്ചർ, അതായത് ഈ ഷാഡോസ് വരുന്ന ഏരിയയിലൊക്കെ ഞാൻ ഒന്നുകൂടെ ഡാർക്കാക്കി കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ലൈൻസ് കൊടുത്തു. അപ്പോൾ നമ്മൾ ലൈൻസ് പഠിച്ചപ്പോൾ കോണ്ടർ ലൈൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കോണ്ടർ ലൈൻസ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ
ഏത് ദിശയിലേക്കാണോ നമുക്ക് ആ മൂവ്മെന്റ് കാണിക്കേണ്ടത് ആ ദിശയിലേക്ക് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുത്താൽ കുറച്ചുകൂടി 3D ഫീൽ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ ഇതിന് കുറച്ച് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഏകദേശം നമുക്ക് ഷെയ്ഡിങ് ആ ടെക്സ്ചറിന്റെ ഒരു ഫീൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഷാഡോസും ഹൈലൈറ്റ്സും കൂടെ കൊടുത്താലേ നമുക്ക് അതിന് കുറച്ചുകൂടി 3D ഫീൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യുന്നത് ഈ ടോപ്പിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെന്നാണ് ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബോട്ടം ഈ പോർഷനിലായിരിക്കും ഷാഡോസ് വരിക. അപ്പോൾ താഴെ ഈ സ്ഥലത്ത് നമ്മൾ ഷാഡോ കൊടുത്തു. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഈ വുഡിലൊരു കേർവ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ തട്ടിയിട്ട് ഈ സൈഡിലേക്ക് ചിലപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് കാണിക്കാം. അതേപോലെ ഈ ഗ്യാപ്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെളിച്ചം തട്ടില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ആ ഷാഡോസ് വരേണ്ട പോർഷനിൽ ഒന്ന് ഡാർക്കൺ ആക്കി കൊടുത്തു. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ലൈറ്റ് തട്ടുന്ന വശത്ത് നമുക്ക് ഹൈലൈറ്റ് കൊടുക്കണം. ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആഡ് ലെയർ ആണ്. ഞാൻ എൻ്റെ എല്ലാ ആർട്ട് വർക്ക്സിലും ഈ രണ്ടെണ്ണമാണ് അപ്രോപ്രിയേറ്റ്ലി യൂസ് ചെയ്യാറ്, ലെയർ മോഡ്സ്. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബ്രൈറ്റ് കളർ എടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് വരേണ്ട ഭാഗത്ത് ഇതൊന്ന് കൊടുക്കുക. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു ടെക്സ്ചർ ബ്രഷ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എയർ ബ്രഷ് വെച്ചിട്ടായാലും ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൽ ലൈറ്റ് അടിക്കുന്നു. ഇവിടെ കുറച്ച് പൊന്തി നിൽക്കുന്ന കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈറ്റ് കിട്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇമാജിനേഷനും കൂടെ കുറച്ച് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ വുഡിൻ്റെ ടെക്സ്ചർ ഏകദേശം ഓക്കെ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇത് റിഫൈൻ ചെയ്ത് കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിലിംഗ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബെൻഡ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് വരാൻ കാരണം എന്താണ്? നമ്മൾ ഷാഡോസും ഹൈലൈറ്റ്സും ഇന്റർചേഞ്ചിങ് ആയിട്ട് യൂസ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ ടെക്സ്ചർ അവിടെ കിട്ടുന്നത്. അപ്പോൾ വുഡിൻ്റെ ടെക്സ്ചർ ഏകദേശം ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞത് നമുക്ക് ഈ സ്റ്റോണിൻ്റെ ടെക്സ്ചർ വരച്ച് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ ലെയറിൽ ബേസ് കളർ ഒരു ഡാർക്ക് ഗ്രേ കൊടുക്കുകയാണ്. ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഷെയ്ഡ് വ്യത്യാസം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എയർ ബ്രഷ് വെച്ചിട്ട് അവിടെ ഇവിടെ. എപ്പോഴും ഇങ്ങനെ ഫ്ലാറ്റ് കളറായിട്ട് ഇങ്ങനെ സോളിഡ് കളറായിട്ട് തന്നെ വിടാതിരിക്കുക. കാരണം നാച്ചുറൽ തിങ്സിന് എപ്പോഴും നമുക്ക് ഒരേ ഷെയ്ഡ് ആയിരിക്കില്ല മൊത്തം. അവിടെ ഇവിടെയും ചെറിയ ഇപ്പോൾ ഒരു സ്കിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ റിയലിസ്റ്റിക് ആവാൻ വേണ്ടി കുറച്ച് ഷെയ്ഡ്സ് ഇങ്ങനെ അവിടെ ഇവിടെയും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് നേരത്തെ ഇതുപോലെ ക്ലിപ്പിംഗ് മാസ്ക് ഇടുക, മൾട്ടിപ്ലൈ ലെയർ മോഡ് എടുക്കുക, അതിൻ്റെ ക്രാക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം വരച്ചു കൊടുക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ വുഡിൻ്റെ വരച്ച പോലെ അങ്ങനെ ലൈൻ പോലത്തെ ക്രാക്സ് അല്ലല്ലോ ഇത്, ഇതിൻ്റെ ഷാഡോസ് കുറച്ചധികം ഉണ്ട്. നമുക്ക് ആദ്യം ഈ ലൈൻസ് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കത് പിന്നെ റിഫൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് ടെക്സ്ചറും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ആ വൈറ്റ് ടെക്സ്ചറും കൂടെ ഞാൻ വേറൊരു ലെയറിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബ്രഷ് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്ചർ ബ്രഷ് യൂസ് ചെയ്തിട്ട് വൈറ്റ് ആ ഒരു ടെക്സ്ചർ കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്രാക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മുകളിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് വരുമ്പോൾ ഈ ക്രാക്സിൻ്റെ ഈ താഴത്തെ പോർഷനിൽ നമുക്ക് ഷാഡോസ് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അടുത്ത ലെയർ മൾട്ടിപ്ലൈ ആക്കിയിട്ട് ഷാഡോസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വശം പൊന്തി നിൽക്കുന്ന വശം തന്നെ, പക്ഷെ ഈ പോർഷൻ കാരണം ഇവിടേക്ക് ലൈറ്റ് എത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒപ്പാസിറ്റി ഒക്കെ ഇടയ്ക്ക് കുറച്ച് കൊടുക്കാം ബ്രഷിൻ്റെ. ലൈറ്റ് ആയിട്ടുള്ള ഷാഡോസ് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ. ഇനി നമുക്ക് ഹൈലൈറ്റ്സ് കൊടുക്കാം. ആഡ് ലെയറിലിട്ടു, ലൈറ്റ് കളർ ചൂസ് ചെയ്യാം, എന്നിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ്സ് കൊടുക്കാം. ഇതിൽ പക്ഷെ ഹൈലൈറ്റ്സ് അങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല കിടക്കുന്നത്, കണ്ടോ? കുറച്ചിന് ഈ ഒരു പോർഷൻ അങ്ങനെ കുറച്ചിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇപ്പം ഇത് കുറച്ചും കൂടി സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്ചർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് മെയിൻ ഹൈലൈറ്റ്സ് വരുന്ന അവിടെ മാത്രമാണ് ഈ ടെക്സ്ചർ കൊടുക്കുന്നത്. രണ്ട് ഈ ഒരു പോർഷൻ കൊണ്ട്, ഈ ട്രയാങ്കിൾ പോലത്തെ പോർഷനിൽ കുറച്ച് ഹൈലൈറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ടെക്സ്ചർ വേണമെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ടെക്സ്ചേഴ്സ് വേഗം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോക്കിൻ്റെ ടെക്സ്ചർ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റോണിൻ്റെ ടെക്സ്ചർ റെഡിയായി. ഇനി അടുത്തത് ഇതാ ഈ ഒരു സിൽക്ക് ക്ലോത്തിൻ്റെ ടെക്സ്ചറാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് ഷെയ്ഡിങ് ആദ്യം കൊടുക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ലാവൻഡർ സിൽക്ക് ക്ലോത്തിൻ്റെ ബേസ് കളറായി. ഇനി അടുത്ത ലെയർ എടുക്കുക. ഇനി നമുക്കിതിൻ്റെ
ലൈൻസ് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം. എങ്ങനെയാണ് അത് വരണ്ടേ, ക്ലോത്ത് കിടക്കുന്നതെന്നുള്ളതിൻ്റെ ലൈൻസ് ഒന്ന് ആദ്യം വരയ്ക്കാം. എല്ലാ ഫോൾഡും അതേപോലെ ഞാൻ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ആ മെയിൻ ഫോൾഡ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ ഇവിടെ. അപ്പോൾ ഇതൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ അധികം റെൻഡറിങ് സ്മഡ്ജ് ടൂളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. മറ്റേനൊന്നും നമ്മൾ അധികം സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്തിരുന്നില്ല. ക്ലോത്തിൻ്റെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫായി പോയി ക്യാമറ, അതുകൊണ്ട് എനിക്ക് ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തൽക്കാലം അതിൻ്റെ ടൈം ലാപ്സ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ബാക്കി 2 ടെക്സ്ചറിങ്ങും ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെയും ചെയ്തേക്കുന്നത്. ജസ്റ്റ് ആദ്യം ലൈൻസ് ആഡ് ചെയ്തു. നമ്മൾ ലൈൻസ് ആഡ് ചെയ്തിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. സ്മഡ്ജ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഒരു ലെയർ എടുത്തിട്ട് ഡാർക്ക് ഷാഡോസ് കൊടുത്തു. എവിടെയൊക്കെയാണോ വേണ്ടതെന്ന് റെഫറൻസ് ഷാഡോസ് കൊടുത്തു. പിന്നെ ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ കുറച്ച് കളർ ഡിഫറൻസ് പോലെ ഉണ്ടായിരുന്നു. സിൽക്ക് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ആ റിഫ്ലക്ഷൻസ് വരുന്നുണ്ട്, ചുറ്റുമുള്ള ഒബ്ജക്ട്സിന്റെ റിഫ്ലക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ കുറച്ച് എന്തോ ഒരു റിഫ്ലക്ഷൻ കാരണം ലൈറ്റ് കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം പുതിയൊരു ലെയറിൽ നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കുകയാണ്. എവിടേക്കാണോ പൊന്തി നിൽക്കുന്നത് ആ ഏരിയസിൽ ഹൈലൈറ്റ്സ് കൊടുത്തു. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ക്ലോത്തിന്റെ ആ ഒരു ഫോൾഡിന്റെ ഒക്കെ ഫീൽ വന്നു. ഇനി അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ ഡാർക്കർ ഈ ഏരിയാസിൽ കുറച്ചും കൂടെ ഡാർക്ക് ഷാഡോസും കൂടെ കൊടുത്തു. മൊത്തത്തിൽ എല്ലാം ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് സെയിം ആണ്. നമ്മൾ ബേസ് കളർ കൊടുക്കുന്നു, പിന്നെ അതിൽ ചെറിയൊരു കളർ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ചെറിയൊരു ഷാഡോസ് കൊടുക്കുന്നു, ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം ആ ചെയ്യുന്ന പ്രോസസ്സ് സെയിം തന്നെയാണ്. പക്ഷെ ഓരോ മെറ്റീരിയൽ അനുസരിച്ച് ആ ടെക്സ്ചറിന്റെ ഷേപ്പും സൈസസും ഒക്കെ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ്? അപ്പോൾ ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഈസി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഈ ടെക്സ്ചറിങ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ആർട്ട് വർക്കിന് നല്ലൊരു റിയൽ ലൈഫ്, വലിയ റിയലിസ്റ്റിക് ഒരു ഇത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ടോപ്പിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.